വെൽക്കം ബാക്ക് ടു അക്കാഡമിക്സ്. മിസ്സേ, നമ്മളിപ്പോ എന്തിനാ ഇവിടെ വന്നത്? ഇപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബയോളജി, അതായത് ബോട്ടണിയും സുവോളജിന്റെ വെയിറ്റേജ്, പ്രീവിയസ് ഇയർ വെയിറ്റേജ് നോക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ വെയിറ്റേജ്. ഓക്കെ, നമുക്ക് ആദ്യം ഏത് നോക്കാം? +2 സുവോളജി വെയിറ്റേജ് നോക്കാം. ഓക്കെ അല്ലേ? ആദ്യം ഞാൻ തന്നെ തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ 2024 നമുക്ക് 4 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നു. 2023 വീണ്ടും 4 മാർക്ക്. പക്ഷെ 2022 എത്ര മാർക്കിനാ? 10 മാർക്കിനാണ് മക്കളെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ചോദിച്ചത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് 24 എത്ര മാർക്കിനാ? 6 മാർക്ക്. ഓക്കെ, 23 4 മാർക്കേ ഉള്ളൂ. 2022 6 മാർക്കിന് വീണ്ടും 6 മാർക്ക്. അപ്പൊ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് പ്രത്യേകം വെച്ചാൽ ചെറിയൊരു ചാപ്റ്റർ കുറെ പഠിക്കാനുണ്ട്. ഓക്കെ, ഫുൾ ഇമ്പോർട്ടന്റ്. എന്ത് പഠിച്ചാലും ക്വസ്റ്റ്യൻ ചോദിക്കും. അതാണ് ചാപ്റ്റർ. നെക്സ്റ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ, നമ്മളുടെ ഒരു സുവോളജിയുടെ കോർ പാർട്ട്, ക്രക്സ് പാർട്ട് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസും മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, 2024 പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് 4 മാർക്ക്, 2023 4 മാർക്ക്, 2022 6 മാർക്ക്. ഓക്കെ, കിങ് എന്ന് പറയുന്നത് അതാണ് നമ്മള് കിങ് കേട്ടോ. മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് പറയുമ്പോൾ 24 11 മാർക്ക്, 23 11 മാർക്കാണ്, 22 9 മാർക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ നോക്കുമ്പോൾ മനസ്സിലാവും ഏറ്റവും നല്ല വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ഏതാ? മോളിക്കുലർ ബേസ് ഓഫ്. കുട്ടികൾക്ക് കുറച്ച് ടഫും കൂടിയാണ് ചാപ്റ്റർ പഠിക്കുക. ടഫ് മീൻസ് ഇൻ ദ സെൻസ് ഭയങ്കര കണ്ടന്റ് കൂടുതലാണ്. ചാപ്റ്റർ ഭയങ്കര കണ്ടന്റ്, വലിയൊരു ചാപ്റ്റർ ആണ്. ഫുൾ പഠിച്ചു വരുമ്പോൾ തന്നെ ക്ഷീണിച്ചു പോകും നമ്മള്. ഓക്കെ, നെക്സ്റ്റ് ആണ് എവല്യൂഷൻ. എവല്യൂഷൻ ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്, പക്ഷെ എന്ത് പഠിച്ചാലും ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് പ്രത്യേകത എവല്യൂഷൻ. ഓക്കെ, 24 9 മാർക്കിന് വെച്ചു, 23 6 മാർക്കിന് വെച്ചു, 22 5 മാർക്കിന് വെച്ചു. നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ ചാപ്റ്റർ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുമ്പോൾ 24 5 മാർക്കിനാണ്, 23 10 മാർക്ക്. ഭയങ്കര ചേഞ്ച് ആണ്. 10 മാർക്ക് എന്ന് പറയുമ്പോൾ അത്രയും വെയിറ്റേജ് വന്നല്ലോ. ഓക്കെ, 22 2 മാർക്കിന്. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ +2 സുവോളജിന്റെ വെയിറ്റേജ്. നമുക്കിനി അടുത്ത എന്ത് നോക്കാം? ഓക്കെ, ബോട്ടണി +2 മിസ് അങ്ങ് കൈകാര്യം ചെയ്തു. പറയാം. അപ്പൊ അതില് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിന് സാധാരണ കൂടുതൽ വെയിറ്റേജ് വരുന്നതാണ്. വലിയൊരു ചാപ്റ്റർ കൂടിയാണ്, വലിയ ചാപ്റ്റർ ആണ്, കുറെ പഠിക്കാനുണ്ട്, നല്ല വെയിറ്റേജും ഉണ്ട്. അപ്പൊ 2024 എത്രയാണ്? 11 മാർക്ക്. അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. 2023 കാര്യം പറഞ്ഞാൽ 5 മാർക്കിനെ ചോദിച്ചിട്ടുള്ളൂ, പക്ഷെ 2022 വീണ്ടും അത് 12 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് പഠിച്ചാലും അത്രയും കണ്ടന്റ് ഉണ്ടെങ്കിൽ പഠിച്ചാൽ മുതലാവും. ഓക്കെ, നെക്സ്റ്റ് അപ്പൊ പഠിക്കാൻ എങ്ങനെയാ ചാപ്റ്റർ? എങ്ങനെ ഭയങ്കര ടഫ് ആണോ അതോ? ടഫ് ആണെന്ന് വെച്ചാൽ ചില പോർഷൻസ് കുറച്ച് ടഫ് ആയിട്ടുള്ള. ഓക്കെ, ഞാൻ പണ്ട് പഠിച്ച ഓർമ്മയുണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ ബയോടെക്നോളജി. ക്രക്സ് പാർട്ടാണ് നമ്മൾ ബോട്ടണിയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പാർട്ടാണ് ബയോടെക്നോളജി. പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ്. രണ്ടിനും ഒരേ വെയിറ്റേജ് ആണ് വരുന്നത് കേട്ടോ. പക്ഷെ ആപ്ലിക്കേഷൻ എനിക്ക് തോന്നുന്നു ചെറിയ ചാപ്റ്റർ ആണ് തോന്നുന്നു. ചെറിയ ചാപ്റ്റർ ആണ്, പക്ഷേ എന്ത് പഠിച്ചാലും ചോദിക്കും. അതേ പ്രശ്നമാണ് ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റേഴ്സിനുള്ളത്. അപ്പൊ അതില് ഫസ്റ്റ് 2024 കണ്ടോ 10 മാർക്ക് ഒരുമിച്ച് പറയാം. അതും 10 മാർക്ക്. അപ്പൊ അത്രയും വെയിറ്റേജ് ഈ 2 ചാപ്റ്റേഴ്സ് ഒന്ന് വരുന്നുണ്ട്. 2 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ പാസ്സാവും ഉറപ്പായിട്ടും. 2023 അവിടെ 10 മാർക്ക് പ്രിൻസിപ്പിൾസ്, അതുപോലെ ആപ്ലിക്കേഷനിൽ 12 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. 2022 11 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ 9 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ വളരെ ചെറിയ ചാപ്റ്റർ, പക്ഷെ 8ഉം 12ഉം 7 മാർക്കിനൊക്കെ സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ ആണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ, പക്ഷെ നല്ല മാർക്ക്. ഭയങ്കര കോൺസെപ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഫാക്ച്വൽ ആണോ കോൺസെപ്റ്റ് ആണോ? ഇല്ല, കോൺസെപ്റ്റ്സ് വളരെ കുറവാണ്. സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്, പെട്ടെന്ന് പഠിച്ചു തീർക്കാം. പക്ഷെ വെയിറ്റേജ് എല്ലാം കൂടുതലുണ്ട്. അതായത് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിൽ 2024 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എല്ലാ തവണയും അങ്ങനെ തന്നെയാണ്. 2023 12 മാർക്കിന് വെച്ചു, പിന്നെ 2022 7 മാർക്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും. നമ്മളിപ്പോ 2024 കൂട്ടുമ്പോൾ ഇത് 30 മാർക്കിന് മേലെ പോലും അങ്ങനെ ഡൗട്ട് ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ പ്രശ്നം വെച്ചാൽ നമ്മള് ക്വസ്റ്റ്യൻസ് ഓപ്ഷണൽ ആയിരിക്കും. ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 3 എഴുതിയാൽ മതി, 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 8 എഴുതിയാൽ മതി. അങ്ങനെ ഓപ്ഷൻ വരുന്നുണ്ട്. കുട്ടിക്ക് ടഫ് വരുന്ന ക്വസ്റ്റ്യൻസ് എഴുതണ്ട, ലീവ് ചെയ്യാം. ഓക്കെ, നമുക്കപ്പോ